ഹായ് ഓൾ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചതാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സബോള കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായി തന്നെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം നന്നായി മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സി ജാറിൽ നന്നായി അരച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തന്നെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇത് 4 കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ നിന്നിട്ട് അതിൻ്റെ തലഭാഗവും പിന്നെ നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റാത്ത ചെറിയ കൂന്തലുകളുണ്ടാവും, അത് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രേവിക്ക് കൂന്തലിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് എല്ലാം പാടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് അരമുറി നാളികേരം ചെറുകിയത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തോർത്തി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള കൂന്തലെടുത്തിട്ട് ഇതേപോലെ ഈ മിക്സ് എടുത്തിട്ട് ഈ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ട് നന്നായിട്ട് ഇറക്കി കൊടുത്താൽ മതി. ഉള്ളിലേക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ എല്ലാ കൂന്തകളിലും ഈ മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ആവി കയറിയാൽ മതി. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ആവി കയറ്റാം. പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെയാണ് ഉള്ളത് കേട്ടോ. അത് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായി എടുത്തതിന് ശേഷം നമ്മൾക്ക് മുളക്, മഞ്ഞൾ, ഉപ്പിട്ടിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കുക. മസാല തേച്ചൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് തിരിച്ചു മറിച്ചോട്ട് മുരിച്ചെടുക്കുക. വല്ലാണ്ട് മുരിയണമെന്നില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും മൂടി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. ചെറിയ തീയിലിട്ട് മൂടി വയ്ക്കുക. തിരിച്ചു മറിച്ചിട്ട് മുരിഞ്ഞെന്ന് കണ്ടാൽ എടുക്കുക. അടിപൊളി കൂന്തൽ നിറച്ചത്.